വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബാങ്കിങ്ങിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ച് പോയിൻറ്റ്സും നമ്മൾ RBI ബന്ധപ്പെട്ടിട്ട് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് ഇപ്പോൾ പ്രസൻ്റ്ലി ഉള്ള കറണ്ട് അഫെയർസ് പോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നോക്കുന്നത് RBIക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പോർട്ടൽസ് ഉണ്ട്. ഓക്കെ, RBIക്ക് വാരിയസ് സ്പെഷ്യലൈസ്ഡ് പോർട്ടൽസ് ഉണ്ട്. അപ്പോൾ ഓരോരോ പർപ്പസിനും ഓരോരോ പോർട്ടൽസാണ് RBI യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ RBI ഇൻട്രൊഡ്യൂസ് ചെയ്ത പോർട്ടൽസാണ്. അപ്പോൾ ഈ പോർട്ടലിൽ കയറുമ്പോൾ തന്നെ നമുക്ക്, അല്ലെങ്കിൽ ഈ പോർട്ടൽ ചെക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് പല അതായത് നമ്മുടെ എന്താണോ ആവശ്യം, ആ ആവശ്യം നമുക്ക് പെട്ടെന്ന് തന്നെ ഈസിയസ്റ്റ് ആയിട്ട് നടത്തി കിട്ടാനുള്ള, അതായത് അപ്രൂവൽസൊക്കെ കൊടുക്കാനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പോർട്ടൽസ് RBI ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് ഏതൊക്കെ പോർട്ടൽസാണ്, എന്ന് ഫോം ചെയ്തു, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. RBI പ്രൊവൈഡ്സ് വാരിയസ് സ്പെഷ്യലൈസ്ഡ് പോർട്ടൽസ്. ഒന്നാമത്തെ ഉദ്ഗമാണ് കേട്ടോ. ഉദ്ഗം, UDGAM. അത് ഫോർ ചെക്കിങ് അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ്സ് ആണ്. അതായത് അവകാശവാദങ്ങളൊന്നും ഉന്നയിക്കാത്ത ഡെപ്പോസിറ്റ്സ് കിടക്കുന്ന, അങ്ങനെ കുമിഞ്ഞ് ധാരാളം ഡെപ്പോസിറ്റ്സ് ഉണ്ടെന്നാണ് നമ്മുടെ നിർമ്മല സീതാരാമൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ആ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളൊക്കെ വായിച്ചു കാണും. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഉദ്ഗം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നത് വഴി ആരാണോ അവകാശികളുള്ളത് അപ്പോൾ അവർക്കത് ലഭ്യമാകുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ കറണ്ട് സ്റ്റാറ്റസൊക്കെ ചെക്ക് ചെയ്യാനൊക്കെയുള്ള പോർട്ടലാണ് ഈ ഉദ്ഗം എന്ന് പറഞ്ഞത്. അടുത്തത് പ്രവാഹ് എന്ന് പറഞ്ഞ പോർട്ടലാണ് കേട്ടോ. ഫോർ സീക്കിംഗ് റെഗുലേറ്ററി അപ്രൂവൽസിന് വേണ്ടിയിട്ടുള്ളതാണ് പ്രവാഹ് പോർട്ടൽസ്. ആൻഡ് അടുത്തത് റീറ്റെയിൽ ഡയറക്റ്റ് എന്ന് പറയും. അത് ഫോർ ഇൻവെസ്റ്റിംഗ് ഇൻ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. അടുത്തത് സച്ചെത്താണ്. സച്ചെത്ത് പോർട്ടലാണ്. അത് ഫോർ റിപ്പോർട്ടിംഗ് ഫിനാൻഷ്യൽ ഫ്രോഡ്, അതുപോലെ തന്നെ സ്കാമുകളൊക്കെ ഉണ്ടല്ലോ, അത് റിപ്പോർട്ട് ചെയ്യാൻ, ജെനുവിനായിട്ട് റിപ്പോർട്ട് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോമാണത്. അപ്പോൾ ഈ നാലും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ബാക്കി കൂടുതൽ വിവരങ്ങൾ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഉദ്ഗം പോർട്ടൽ എന്ന് പറഞ്ഞാൽ അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ്സ് ആണെന്ന് പറഞ്ഞു. ഇതൊരു ഗേറ്റ് വേ ടു ആക്സസ് ഇൻഫർമേഷൻ ആണ്. ലോഞ്ചിങ് ഡേറ്റ് വന്നിട്ട് August 17, 2023 കേട്ടോ. ഉദ്ഗം പോർട്ടൽ എന്നാണ് ലോഞ്ച് ചെയ്തത്? August 17, 2023. ഓക്കെ, അപ്പോൾ ഉദ്ഗം പോർട്ടൽ, ദിസ് പോർട്ടൽ ഹെൽപ്സ് രജിസ്റ്റേർഡ് യൂസേഴ്സിന് സെർച്ച് ഫോർ ദെയർ അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് സ്റ്റാറ്റസ് അക്രോസ് മൾട്ടിപ്പിൾ ബാങ്ക്സ് ഇൻ വൺ പ്ലേസ്, സിംപ്ലിഫയിങ് ദ പ്രോസസ് ഓഫ് റിക്കവറിങ് ലോസ്റ്റ് ഫണ്ട്. അവരെ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ഫണ്ടിൻ്റെ കറക്റ്റായിട്ടുള്ള സെർച്ച് ചെയ്യാൻ പറ്റും. അതിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള യൂസേഴ്സിന് അവരുടെ അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ്സിൻ്റെ സ്റ്റാറ്റസ് സെർച്ച് ചെയ്യാനും അതുവഴി അവർക്ക് ക്ലെയിം ചെയ്യാനും കഴിയും. നെക്സ്റ്റ് വന്നിട്ട് പ്രവാഹമാണ്. നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ഫുൾ ഫോം എങ്കിലും നിങ്ങൾ നോക്കി വെക്കണം കേട്ടോ. ഓക്കെ, ഫുൾ ഫോം നോക്കി വെച്ചാലും നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എളുപ്പമായിട്ട് കിട്ടും. പ്ലാറ്റ്ഫോം ഫോർ റെഗുലേറ്ററി ആപ്ലിക്കേഷൻ, അതാണ് പ്രവാഹ്. വാലിഡേഷൻ ആൻഡ് ഓതറൈസേഷൻ. പ്ലാറ്റ്ഫോം ഫോർ റെഗുലേറ്ററി ആപ്ലിക്കേഷൻ, വാലിഡേഷൻ ആൻഡ് ഓതറൈസേഷൻ ആണ് ഈ പ്രവാഹ് എന്നത്. അപ്പോൾ പ്രവാഹ് പോർട്ടൽ ലോഞ്ച് ചെയ്തത് May 2024 അതൊക്കെ റീസെൻ്റായി വന്നിട്ടുള്ളതാണ്. സോ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ സ്റ്റാർട്ടിങ് ഫ്രം May 1, 2025 തൊട്ടിട്ട് നിർബന്ധമാക്കി, മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട്, എല്ലാ റെഗുലേറ്റഡ് എൻറ്റിറ്റീസ് ആർ റിക്വയർഡ് ടു യൂസ് ദ പ്രവാഹ് പോർട്ടൽ ഫോർ സബ്മിറ്റിംഗ് ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ട്. അതായത് എല്ലാ റെഗുലേറ്റഡ് എൻറ്റിറ്റീസും എന്ന് വെച്ചാൽ ബാങ്ക്സ് ആൻഡ് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ റിക്വയർഡ് ടു യൂസ് ദ പ്രവാഹ് പോർട്ടൽ ഫോർ സബ്മിറ്റിംഗ് ദെയർ ആപ്ലിക്കേഷൻസ്. ഒക്കെ, അപ്പോൾ ഇറ്റ്സ് എ സെക്യൂർ വെബ് പോർട്ടലാണ്, വെബ് ബേസ്ഡ് പോർട്ടൽ ദാറ്റ് അലൗസ് ഇൻഡിവിജ്വൽസ് ഓൾസോ എൻറ്റിറ്റീസ് ടു അപ്ലൈ ഓതറൈസേഷനോ ലൈസൻസോ റെഗുലേറ്ററി അപ്രൂവൽസോ RBIയിൽ നിന്നുള്ള ഏത് തരത്തിലുള്ള ലൈസൻസിനും ഓതറൈസേഷനും റെഗുലേറ്ററി അപ്രൂവൽസിനും ഈ പോർട്ടലിലൂടെയാണ്, പ്രവാഹിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ആപ്ലിക്കേഷൻസൊക്കെ നമ്മൾ ഫോർവേഡ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അത് മാൻഡേറ്ററി ആക്കിയത് എന്ന് തൊട്ടിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ May 1, 2025 തൊട്ടിട്ടാണ്. ഓക്കെ, സബ്മിറ്റിംഗ് ദെയർ ആപ്ലിക്കേഷൻസ് ത്രൂ ദിസ് പോർട്ടൽ. നെക്സ്റ്റ് വന്നിട്ട് റീറ്റെയിൽ ഡയറക്റ്റാണ്. അതിൻ്റെ ലോഞ്ച് ഡേറ്റ് വന്നിട്ടുള്ളത് November 12, 2024 അപ്പോൾ റീറ്റെയിൽ ഡയറക്റ്റ് സ്കീം RBIയുടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ആര് ലോഞ്ച് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RBI ആണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ 2023 പിന്നത്തെ 2024 പിന്നത്തെ 2021 കേട്ടോ. ദിസ് ഇനീഷ്യേറ്റീവ് പ്രൊവൈഡ്സ് എ ഡയറക്റ്റ് ചാനൽ ഫോർ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ടു ഇൻവെസ്റ്റ് ഇൻ. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഗവൺമെൻറ് സെക്യൂരിറ്റി, GSEC എന്ന് പറയുന്നത് ഗവൺമെൻറ് സെക്യൂരിറ്റീസിലാണ്, ബോത്ത് പ്രൈമറി ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്സ്. അതായത്
ലോങ് ടേം ഷോർട്ട് ടേം എന്തായാലും പ്രൈമറി ആണെങ്കിലും സെക്കൻഡറി ആണെങ്കിലും അവർക്ക് ഡയറക്റ്റ് ചാനലാണ് എന്തിന് ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള. ഓക്കെ, അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ക്യാൻ ഓപ്പൺ, അവരെങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റീറ്റെയിൽ ഡയറക്റ്റ് ഗ്ലിറ്റ് എന്ന് പറഞ്ഞ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം, RDG, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ തുടങ്ങാം. എന്നിട്ട് ടു ഇൻവെസ്റ്റ് ഇൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്സ് എന്നാണ് ഈ റീറ്റെയിൽ ഡയറക്റ്റിൻ്റെ കാര്യം പറയുന്നത് കേട്ടോ. പിന്നെ നെക്സ്റ്റ് വൺ സച്ചത്താണ്. സച്ചത്ത് എന്ന് വെച്ചാൽ RBI ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നെയാണ്. ഓഗസ്റ്റ്, അത് കുറച്ചും കൂടി പഴയതാണ് കേട്ടോ, 2016 വന്നതാണ്. അപ്പോൾ ദിസ് ഈസ് എ പോർട്ടൽ വേർ ഇൻഡിവിജ്വൽസ് ക്യാൻ ഫയൽ കംപ്ലയിൻറ്റ്സ് അബൌട്ട് ഫിനാൻഷ്യൽ ഫ്രോഡും സ്കാമുകളും തട്ടിപ്പുകളും ഇപ്പോൾ ധാരാളമാണല്ലേ. അപ്പോൾ ഫിനാൻഷ്യൽ ഫ്രോഡ്സിന് വേണ്ടിയിട്ടുള്ള പോർട്ടലാണ് ആ സച്ചത്ത് എന്ന് പറഞ്ഞാൽ, വിച്ച് ഈസ് വെൻ ഫോർവേഡഡ് ടു ദ കൺസേൺഡ് റെഗുലേറ്ററി അതോറിറ്റി ഫോർ ആക്ഷൻ. അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കൺസേൺഡ് റെഗുലേറ്ററി അതോറിറ്റിക്ക് അവർ ഫോർവേഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, നേരിട്ട് അവരത് ഇടപെടുന്നില്ല, അവരത് ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ. അപ്പോൾ സച്ചത്ത് ആലോചിക്കുക, എന്താണെന്ന് ആലോചിക്കുക. ജസ്റ്റ് ഓഗസ്റ്റ് 4, 2016 സ്റ്റാർട്ട് ചെയ്തു. RBI ആണ് സ്റ്റാർട്ട് ചെയ്തത്. ഇത് എന്തിനുള്ളതാണ്? ഫിനാൻഷ്യൽ ഫ്രോഡ് ആൻഡ് സ്കാംസ് ഇതിനുള്ളതാണ് കേട്ടോ. അതിൻ്റെ കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യാനുള്ളതാണ്. അടുത്തത് കുബേറാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കുബേർ. ഇതൊരു ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമാണ് ഡിസൈൻഡ് ടു സ്ട്രീംലെസ് ആയിട്ട് റീപ്ലേസ് വാരിയസ് ഫോംസ് ഓഫ് ഇലക്ട്രിക്കൽ പേയ്മെൻറ്റ്സ് ഇൻക്ലൂഡിങ് ദോസ് മെയ്ഡ് ത്രൂ ഏജൻസി ബാങ്കുകൾ വഴി. ഒരു ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. കുബേർ പോർട്ടൽ ഈസ് ദ കോർ ബാങ്കിങ് സൊല്യൂഷൻ ഓഫ് വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കുബേർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോർ ബാങ്കിങ് സൊല്യൂഷനാണ്. ആരുടെയാണത്? RBIയുടെയാണ്. ഓക്കെ, അപ്പോൾ ജൂലൈ 16, 2025 സെൻട്രൽ ഗവൺമെൻറ് മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് മിനിസ്ട്രീസ് ടു പ്രോസസ് പേയ്മെൻറ്റ്സ് എബവ് 75 crores ആണെങ്കിൽ അത് ത്രൂ എന്തായിരിക്കണം? കുബേർ സിസ്റ്റത്തിലൂടെ ആയിരിക്കണം എന്ന് സെൻട്രൽ ഗവൺമെൻറ് മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട് കേട്ടോ. അതെന്തിനാ വെച്ചാൽ ദ സെയിം ടു ഇൻക്രീസ് ട്രാൻസ്പെറൻസി ആൻഡ് സ്പീഡപ്പ് റീകൺസിലിയേഷൻ, ഫണ്ട് റീകൺസിലിയേഷനൊക്കെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവാനും സ്പീഡപ്പ് ആവാനുമാണ്. ദിസ് വിൽ ഹെൽപ്പ് പ്രൊവൈഡ് റിയൽ ടൈം ഡാറ്റ ഗവൺമെൻറ് സ്പെൻഡിങ്ങിനും ഇംപ്രൂവ് ട്രാക്കിംഗ് പേയ്മെൻറ്റ്സൊക്കെ വെൻഡേഴ്സിൻ്റെയും കോൺട്രാക്ട്സിൻ്റെയും ഒക്കെ ട്രാക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ കുബേർ സംവിധാനം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കോർ ബാങ്കിങ് സൊല്യൂഷനാണ്. RBI ആണ് ലോഞ്ച് ചെയ്തത്. 2012 ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇറ്റ് എനേബിൾസ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ടു ആക്സസ് ദെയർ RBI അക്കൗണ്ട്സ് എനി ടൈം ആൻഡ് ഫ്രം എനിവേർ. എവിടെ നിന്ന് വേണമെങ്കിലും കൊമേഴ്ഷ്യൽ ബാങ്കിന് അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും കുബേറിലൂടെ കേട്ടോ. RBI അക്കൗണ്ട്സ്. അടുത്തത് ഒരു ക്വസ്റ്റനാണ്. ബാങ്കിങ് ഓംബുഡ്സ്മാൻ വിൽ നോട്ട് എൻ്റർടൈൻ ക്രെഡിറ്റ് കാർഡ് കംപ്ലൈൻറ്റ്സ് വിച്ച് ആർ മോർ ദാൻ ഡാഷ് ഓൾഡ്. എത്ര നാൾ ഓൾഡായാൽ ഇവരെടുക്കില്ല, ക്രെഡിറ്റ് കാർഡ് കംപ്ലൈൻറ്റ്സ് എടുക്കില്ല. അപ്പോൾ എല്ലാ കംപ്ലൈൻറ്റ്സും എടുക്കും ഓംബുഡ്സ്മാൻ. പക്ഷേ 12 മാസം കഴിഞ്ഞ, അതായത് 1 year കഴിഞ്ഞ കംപ്ലൈൻറ്റ്സ് ആണെങ്കിൽ എടുക്കില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നോട്ട് ചെയ്യുക. ജസ്റ്റ് ഒരു കൺഫ്യൂസിങ് ക്വസ്റ്റൻ ആണ്. അപ്പം കറക്റ്റ് ആൻസർ 1 year ആണ്, അല്ലെങ്കിൽ 12 months ആവും കൊടുക്കുക. എന്താ വെച്ചാൽ ഓംബുഡ്സ്മാൻ സ്കീമിൽ പറയുന്നത് കംപ്ലൈൻറ്റ്സ് റിഗാർഡിങ് ക്രെഡിറ്റ് കാർഡ്സ് ഓർ എന്താണെങ്കിലും മസ്റ്റ് ബി ഫയൽഡ് വിത്തിൻ 1 year. ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് 1 yearനകത്ത് ഫയൽ ചെയ്യണം എന്നാണ് പറയുന്നത്. ഫ്രം ദ ഡേറ്റ് ഓഫ് ദ ട്രാൻസാക്ഷൻ ഓർ ദ ഇവൻറ്റ് ലീഡിങ് ടു ദ കംപ്ലൈൻറ്റ്. ദിസ് ടൈം ലിമിറ്റ് എൻഷുവേഴ്സ് ടൈംലി റെസൊല്യൂഷൻ ആൻഡ് എൻകറേജസ് കൺസ്യൂമേഴ്സ് ടു റിപ്പോർട്ട് ഇഷ്യൂസ് പ്രോംപ്റ്റ്ലി. അപ്പോൾ ബാങ്കിങ് ഓംബുഡ്സ്മാൻ എന്താണെന്നറിയാം. ഇതൊരു ക്വാസി ജുഡീഷ്യൽ അതോറിറ്റിയാണ്. എസ്റ്റാബ്ലിഷ് ചെയ്ത ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ടു അഡ്രസ് കസ്റ്റമർ ഗ്രീവൻസസ് അല്ലേ ഇൻ ബാങ്കിങ് സെക്ടർ. ഇപ്പോൾ ഉള്ളത് നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീമാണ് ഇപ്പം നിലവിലുള്ളത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് സോവറിൻ ഗോൾഡ് ബോണ്ട് ഇപ്പോൾ സുരക്ഷിതമാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ധാരാളം കേൾക്കുന്നതാണ് ഗോൾഡ് ബോണ്ടുകളെ കുറിച്ച്. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ പേരാണ് സോവറിൻ ഗോൾഡ് ബോണ്ട് കേട്ടോ. അതാരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നാണ് കേട്ടോ. സോവറിൻ ഗോൾഡ് ബോണ്ട് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? അത് നമ്മുടെ RBI തന്നെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഡൗട്ടൊന്നും വേണ്ട, നമ്മുടെ RBI തന്നെയാണ് സോവറിൻ ഗോൾഡ് ബോണ്ട്. അപ്പം സ്വർണ്ണമൊക്കെ സുരക്ഷിതമായിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം എന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള സോവറിൻ ഗോൾഡ് ബോണ്ടൊക്കെ കൊണ്ടുവന്നത് അല്ലേ. അപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ തന്നെ ആയിരുന്നു ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആസ് ആൻ ഓൾട്ടർനേറ്റീവ് ടു ഫിസിക്കൽ ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റിനേക്കാളും നല്ലൊരു പദ്ധതി എന്ന രീതിയിലാണ് അത് തുടങ്ങിയത്. ഈച്ച് ബോണ്ട് യൂണിറ്റ് റെപ്രസെൻറ്റ്സ് 1 gram ഓഫ് ഗോൾഡ്. ഇൻവെസ്റ്റേഴ്സ് ഏൺ ഫിക്സഡ് ഇൻട്രസ്റ്റ് ആൻഡ് ക്യാൻ റിഡീം ബോണ്ട്സ് അറ്റ് മാർക്കറ്റ് വാല്യൂ അപ്പോൺ മെച്യൂരിറ്റി അല്ലേ.
അവർക്ക് ഫിക്സഡ് ആയിട്ടുള്ള ഒരു നിക്ഷേപത്തിന് വേണ്ടത്തക്ക രീതിയിലുള്ള ഇൻട്രസ്റ്റും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നതാണ്. ആ രീതിക്കാണ് തുടങ്ങിയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്കീം ലോഞ്ച്ഡ് ബൈ SBI സീനിയർ സിറ്റിസൺസ് ഏജ്ഡ് 80 ഇയേഴ്സ് ആൻഡ് എബോവ് കേട്ടോ. 80 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക്, എബോവിന് മുകളിലുള്ള ആൾക്കാർക്ക് ഒരു പ്രത്യേകതരം സ്കീം ലോഞ്ച് ചെയ്തു. അതിൻ്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. എന്താ അതിൻ്റെ പേര് എന്ന് വെച്ചാൽ SBI പാട്രോൺസ് എന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ സീനിയർ സിറ്റിസൺസിനുള്ളതാണല്ലോ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 2 തരത്തിലുള്ള ഡെപ്പോസിറ്റ് സ്കീം, ഹർ ഘർ ലാഖ്പതി, അതായത് എല്ലാ വീട്ടിലും ലക്ഷപ്രഭു എന്നുള്ള ഒരു മീനിങ് അല്ലേ, ലാഖ്പതി, അങ്ങനെ ഒരു സ്കീം ലോഞ്ച് ചെയ്തിരുന്നു. പിന്നെ കൂടാതെ ഉള്ളതാണ് ഈ SBI പാട്രൺസ് എന്നുള്ളത് കേട്ടോ. ബെറ്റർ ഫിനാൻഷ്യൽ ഓപ്ഷൻസ് തന്നെയാണ് അവർ കൊടുക്കുന്നത്. ഇവർക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്കീമാണ്. സീനിയർ സിറ്റിസൺസ് ഏജ്ഡ് 80 അല്ലെങ്കിൽ 80 അതിൽ കൂടുതലുള്ളവർക്ക് ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് കൊടുക്കുന്നത് കേട്ടോ. സീനിയർ കസ്റ്റമേഴ്സിന് ഇത് ബോത്ത് പുതിയതാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള എക്സിസ്റ്റിംഗ് ടേം ഡെപ്പോസിറ്റ്സിനും അതിലേക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അഡീഷണൽ ആയിട്ട് 10 ബേസിക് പോയിൻ്റ് ഹയർ ഇൻട്രസ്റ്റ് കൊടുക്കും എന്നാണ് പറയുന്നത്. അടുത്തത് ഹൂ ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് പ്രിൻസിപ്പൽ സെക്രട്ടറി ടു പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. അതായത് രണ്ടാമത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി ടു ആരാണ് പുതിയതായിട്ട് അപ്പോയിൻ്റ് ചെയ്തതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ശക്തികാന്തദാസ് ഉണ്ട്, സഞ്ജീവ് സനിയാലുണ്ട്, കൗശാലുണ്ട്, ഷാമിക രവി ഉണ്ട്. അപ്പോൾ നമ്മുടെ പഴയ ആളാണ് ശക്തികാന്തദാസ്, അങ്ങേരെയാണ് ഇപ്പോൾ ഈ ഒരു പദവിയിലേക്ക് സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ആസ് അപ്പോയിൻറ്റഡ് പ്രിൻസിപ്പൽ സെക്രട്ടറി ടു പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ഹൂ ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ദ ചെയർമാൻ ഓഫ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെബിയുടെ ആരാണ്? സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെബിയുടെ ചെയർമാൻ ആരാണ്? തുഹിൻ കാന്ത പാണ്ഡെ ആണ് സെബിയുടെ ചെയർമാൻ. ഓക്കെ, ഫിനാൻസിൻ്റെ റവന്യൂ സെക്രട്ടറി ആയിരുന്നു. പിന്നെ ഭുരി പഞ്ചായിരുന്നല്ലോ സെബിയുടെ ചെയർമാൻ, ആളെ മാറ്റിയിട്ടാണ് തുഹിൻ കാന്ത പാണ്ഡെ ആയിരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. സെബിയുടെ ചെയർമാൻ ആരാണ്? തുഹിൻ കാന്ത പാണ്ഡെ. നെക്സ്റ്റ്, വിച്ച് റെഗുലേറ്ററി ബോഡി ഹാസ് ലോഞ്ച്ഡ് സെൻട്രലൈസ്ഡ് ഡാറ്റാബേസ് പോർട്ടൽ ഫോർ കോർപ്പറേറ്റ് ബോണ്ട്സ് കോൾഡ് ബോണ്ട് സെൻട്രൽ എന്ന് മാത്രം നിങ്ങൾ ഓർത്താൽ മതി. ബോണ്ട് സെൻട്രൽ എന്ന് പറഞ്ഞ റെഗുലേറ്ററി ബോഡി സെൻട്രലൈസ്ഡ് ഡാറ്റാബേസ് പോർട്ടൽ ലോഞ്ച് ചെയ്തത് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ബോണ്ട് സെൻട്രലാണ്. ബോണ്ടുകളെ കുറിച്ചിട്ടൊക്കെ ഒന്ന് ആലോചിക്കുമ്പം നമ്മുടെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സെബിയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. കോർപ്പറേറ്റ് ബോണ്ടുകളെയാണ് ഈ ബോണ്ട് സെൻട്രൽ എന്ന് പറയുന്നത്. ഡാറ്റാബേസ് പോർട്ടൽ ഫോർ കോർപ്പറേറ്റ് ബോണ്ടുകൾക്കുള്ള സെൻട്രലൈസ്ഡ് ഡാറ്റാബേസ്, അതിനെയാണ് ഈ ഒരു ബോണ്ട് സെൻട്രൽ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ആ രീതിക്ക് ഓർത്ത് വെച്ചാൽ മതി. അടുത്തത് നമ്മുടെ യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് ആണ്. UPI എന്ന് ഡെവലപ്പ് ചെയ്തത് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. UPI ഡെവലപ്പ് ചെയ്തത് ആരാണെന്ന് നിങ്ങൾക്ക് അറിയാം. ആരാണ്? നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ്. NPCI എന്ന് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിരിക്കണം. കാസ് കാർഡൊക്കെയാണ് എക്സാം വെച്ചാൽ. കാസ് കാർഡിനും JCIക്കും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. NPCIയും അതുപോലെ UPI ബന്ധപ്പെട്ട് കുറേ മാറ്റങ്ങൾ ഇപ്പം അടുത്തിടെ വന്നിട്ടുണ്ട്. UPIയുടെ ചാർജസുമായി നിരക്കൊക്കെ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രസൻ്റ് ഒരു ടേമിൽ നിങ്ങൾ നോക്കിയിരിക്കുന്നത് നന്നായിരിക്കും കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനത്തെ റയറായിട്ടുള്ള നല്ല ക്വസ്റ്റ്യൻസ് കിട്ടുമ്പം കിട്ടിയ ഭാഗ്യം. ഓക്കെ, ഇനി നെക്സ്റ്റ് വന്നിട്ട് നിവേശക് ദീദി ഇനീഷ്യേറ്റീവ് ഈസ് ജോയിൻ്റ്ലി ലോഞ്ച്ഡ് ബൈ ഒന്ന് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്കാണ് ഒരാൾ, പിന്നെ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനും കൂടി ചേർന്നിട്ടാണ് ഈ നിവേശക് ദീദി ഇനീഷ്യേറ്റീവ് ജോയിൻ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അത് ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ട് അതോറിറ്റി ഉണ്ട് കേട്ടോ. അവരെ കൂടി ചേർന്നിട്ടാണ് ഇൻവെസ്റ്റഡ് എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ട് അതോറിറ്റി ഉണ്ട്. അവരുടെ കൂടിയിട്ടാണ് ഈ നിവേശക് നിധി ഇനീഷ്യേറ്റീവ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ നിവേശക് നിധി എന്ന് പറഞ്ഞാൽ ട്രെയിൻഡ് വുമൺ പോസ്റ്റൽ വർക്കേഴ്സാണ്, അല്ലെങ്കിൽ അവരുടെ കമ്മ്യൂണിറ്റി ലീഡേഴ്സാണ്, ഫിനാൻഷ്യൽ എഡ്യൂക്കേറ്റേഴ്സാണ് ടു ഇംപ്രൂവ് ഫിനാൻഷ്യൽ ലിറ്ററസി ഇൻ റൂറൽ ആൻഡ് അണ്ടർ സെർവ്ഡ് ഏരിയാസിലേക്കുള്ള അങ്ങനെ പോകുന്ന ആൾക്കാരാണ് ഈ നിവേശക് ദീദി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ലോഞ്ച് ചെയ്തത് നമ്മുടെ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് IPBയും പിന്നെ ഇൻവെസ്റ്റേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ട് അതോറിറ്റിയും കൂടി ചേർന്നാണ്. അടുത്തത് വന്നിട്ട് വാട്ട് ഈസ് കാറ്റസ്ട്രോഫി ബോണ്ട്.
ദാറ്റ് വാസ് റീസെൻ്റ്ലി സീൻ ഇൻ ന്യൂസ്. അതായത് നിങ്ങൾ കാറ്റ് ബോൺസ് എന്താണെന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ക്യാറ്റ് ബോൺസ് എന്ന പേരിൽ ചിലപ്പോൾ ഒരു നല്ല ഇൻട്രസ്റ്റിംഗ് ടേമാണ്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് കണ്ടപ്പോൾ നോക്കിയെന്ന് മാത്രം കേട്ടോ. വാട്ട് ഈസ് എ കാറ്റസ്ട്രോഫ് ബോണ്ട് ദാറ്റ് വാസ് റീസെൻ്റ്ലി സീൻ ഇൻ ന്യൂസ്? അതായത് എന്താണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ഡിസാസ്റ്റർ റിസ്ക് ഫിനാൻസിങ് ക്ലൈമറ്റ് റെസിലിയൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് ദാറ്റ് ട്രാൻസ്ഫേഴ്സ് ഡിസാസ്റ്റർ റിസ്ക് ടു ഇൻവെസ്റ്റേഴ്സ്. അതൊരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ് ദാറ്റ് ട്രാൻസ്ഫേഴ്സ് ഡിസാസ്റ്റർ റിസ്ക് ടു ഇൻവെസ്റ്റേഴ്സ്. അതായത് നമ്മൾ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ കാറ്റ് ബോൺസ് ആർ ഹൈബ്രിഡ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് കമ്പൈനിങ് ഫീച്ചേഴ്സ് ഓഫ് ഇൻഷുറൻസും ഉണ്ട്, ഡെറ്റും ഉണ്ട്, കടമുണ്ട് എന്നാൽ ഇൻഷുറൻസും ഉണ്ട്. രണ്ടും കൂടി കമ്പൈൻ ചെയ്ത ഫീച്ചേഴ്സാണ് അതിന് വരിക. ദേ ഹെൽപ്പ് ഗവൺമെൻറ്റ്സ് ട്രാൻസ്ഫർ റിസ്ക് ഫ്രം നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് വരില്ലേ, സൈക്ലോൺസും ഫ്ലഡ്സും എർത്ത്ക്വേക്സും ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ റിസ്ക് ഉണ്ട്, അതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിനെ സഹായിക്കുന്നതാണ് ഈ കാറ്റ് ബോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. ഡിസാസ്റ്റർ ഒക്കെ കഴിയുമ്പം ഇൻവെസ്റ്റേഴ്സ് ലോസ് പാർട്ട് ഒന്നെങ്കിൽ നമുക്ക് നമ്മുടെ എല്ലാം നഷ്ടപ്പെടും അല്ലേ, ഒന്നെങ്കിൽ എല്ലാം അല്ലെങ്കിൽ പ്രിൻസിപ്പൽ മൊത്തവും, വിച്ച് ഈസ് യൂസ്ഡ് ഫോർ റിലീഫ് ആൻഡ് റീകൺസ്ട്രക്ഷൻ. ഇത് റിലീഫിനും റീകൺസ്ട്രക്ഷനും വേണ്ടി യൂസ് ചെയ്യും. ഇഫ് നോ ഡിസാസ്റ്റർ ഒക്യൂസ് ഡ്യൂറിങ് ദ ബോണ്ട് ടേം ഇൻവെസ്റ്റേഴ്സ് ഗെറ്റ് ബാക്ക് ദെയർ ഫുൾ പ്രിൻസിപ്പൽ വിത്ത് ഹൈ ഇൻട്രസ്റ്റ്. ഇനി ഒരു ഡിസാസ്റ്ററും നടന്നില്ല എന്ന് വിചാരിക്കുക, നടന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഇൻവെസ്റ്റേഴ്സിന് ഫുൾ പ്രിൻസിപ്പൽ വിത്ത് ഹൈ ഇൻട്രസ്റ്റ് കൊടുക്കും. അല്ല നടന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു ലോസ് ഉണ്ടായ എമൗണ്ടും കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ആ രീതിയിലുള്ള ബോണ്ടുകളാണ് കാറ്റ് ബോൺസ്. കാറ്റസ്ട്രോഫി എന്നാണ് ഫുൾ ഫോം, പക്ഷേ കാറ്റ് ബോൺസ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. സോ അതുകൊണ്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ റയറായിട്ടുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് ബാങ്കിങ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് ഉപകാരപ്പെടും, ഒരു ക്വസ്റ്റനെങ്കിലും ഇതൊന്ന് നമുക്ക് കിട്ടിയാൽ നല്ലതല്ലേ. അപ്പോൾ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ കോപ്പറേറ്റീവിലൂടെ കോഴ്സ് ചെയ്യുന്നുണ്ട്. ഇൻട്രസ്റ്റഡ് ആയ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് ചാനൽ നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുക. പിന്നെ ഈ നോട്ട് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ പഠിപ്പിക്കുന്ന എല്ലാ നോട്ട്സും അവിടെ ഫോൾഡർ വൈസിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. നാളെ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. താങ്ക്